ഈ പടത്തിന്റെ കാതലായ മ്യൂസിക്, അതിലെ സോങ്സ് ആണെങ്കിൽ 24 വർഷം മുമ്പ് ചെയ്ത സോങ്സ് ഇന്നും എവർലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നു. ഇതുകൂടാതെ ആ പടത്തിനെ എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ മ്യൂസിക് റെക്കോർഡിംഗ് മ്യൂസിക് അത് ഒക്കെ ചെയ്ത മിസ്റ്റർ വിദ്യാസാഗർ അദ്ദേഹം ഇന്ന് വൈകുന്നേരം പോവുകയാണ്. ഇന്നത്തെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇതിന്റെ പ്രൊമോഷൻ സ്റ്റാർട്ട്. അപ്പൊ ഈ പടം ഒരു ചരിത്രം എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. സാധാരണ സക്സസ് പിക്ചേഴ്സ് ആണ് റിലീസ് ചെയ്യുക. അങ്ങനെ നിരാകരിച്ച ഈ സിനിമ ഇന്ന് ഞങ്ങൾക്ക് അത് റീപ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ജനങ്ങളെ ഏറ്റെടുത്തു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ തിയേറ്റേഴ്സിൽ നിന്ന് വലിയ നല്ല റെസ്പോൺസാണ്. ഞങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു മിസ്റ്റർ സിബി മലയിൽ സാറ് അദ്ദേഹം ഇതിൽ ഫുൾ ഇൻവോൾവ് ആയിട്ട് അതിന്റെ കുറെ സീക്വൻസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് പറയാനുള്ള എന്തായിരുന്നു എന്നുള്ള ഒരു ആസ്പെക്ട് ഈ സിനിമ മാറ്റുകയും അത് ഇന്നത്തെ ജനറേഷനും ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് ലൈക്ക് അത് അതിന്റെ കളറേഷനും കാര്യങ്ങളും 4K റെസൊല്യൂഷനിലും അതേമാതിരി തന്നെ മറ്റു ഇപ്പോൾ ഉണ്ട് അറ്റ്മോസ് സിസ്റ്റത്തിലൊക്കെ സൗണ്ട് സിസ്റ്റത്തിലൊക്കെ മാറ്റിക്കൊണ്ടു ആണ് ഞങ്ങൾ ഇത് ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക് ചെയ്യേണ്ടത്, ഞാൻ ഫോക്കസ് ഫിലിംസിന്റെ ഉടമയായി ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ തുനിഞ്ഞപ്പോൾ ഇത്തരം സിനിമയിൽ കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഒരു സെക്കൻഡ് ജനറേഷനിൽ എന്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞങ്ങളുടെ ഫോക്കസ് ഫിലിംസ് വരെ വെല്ലാസ്റ്റിംഗ് ബാനറായിട്ട് ഇവിടെ നിൽക്കണം. ക്വാളിറ്റിയുള്ള സിനിമകൾ അല്ല, കുറെ പൈസകൾ മാത്രമല്ല. അത് എന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് എന്റെ മകൾ ഷെർമി ഫോക്കസ് മീഡിയ എന്റർടൈൻമെന്റ്സ് എന്നുള്ള ഒരു ബാനറിൽ റീസ്റ്റാർട്ട് ചെയ്യുകയും അതിന്റെ സഹായികളായിട്ട് മിസ്റ്റർ ബോണി, ഞങ്ങളുടെ ഡയറക്ടർ പ്രവീൺ, മറ്റു പലരും ഇതിൽ ഞങ്ങളുടെ കൂടെ സഹകരിച്ചു മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മകളും ബോണിയും കൂടിയാണ് ഈ പറഞ്ഞ ഇതിന്റെ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയുടെ ഈ ഇപ്പോഴത്തെ ഒരു ആസ്പെക്റ്റിലുള്ള ആ സിനിമ റീറിലീസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഞങ്ങളോട് പ്രകടിപ്പിച്ചു. ഞാൻ സ്ഥിതിയായിട്ടും വിദ്യാർത്ഥിയായിട്ടും എന്ന് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നു ആ സമയത്തെല്ലാം വിദ്യാർത്ഥികളുടെ കയ്യിൽ ഹാർമോണിയം ഉണ്ടെങ്കിൽ ഇതിലെ പാട്ടുകൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ അത് പാടിക്കൊണ്ടാണ് പലപ്പോഴും ഡിസ്കഷൻ ലഭിക്കുന്നത്. അപ്പം ഇത് ഞങ്ങളിൽ നിന്നും മറക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ് എന്നുള്ളത് അത് അന്നത്തെ പ്രേക്ഷകർ നിരാകരിച്ചെങ്കിലും ഇന്നത് ഷുവറായിട്ടും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ഞങ്ങളുടെ ഉദ്ദേശം ഇത്രയുണ്ട്. അതായത് എന്താണ് ഞങ്ങളെന്ന് പറയാൻ ആഗ്രഹിച്ചത് അത് ഇന്ന് ഓഡിയൻസിലേക്ക് എത്തിക്കുക. അത് എത്തിക്കാൻ പറ്റുമോ അത് സിനിമ റിലീസ് ചെയ്തിട്ട് കാണട്ടെ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് കോടിക്ലബോ ഒന്നും ഞങ്ങൾക്ക് അനൗൺസ് ചെയ്യാനില്ല. ഞങ്ങൾക്ക് ഇത് ഏറ്റെടുത്ത ജനം, ഇന്നത്തെ യൂത്ത്സും അന്നത്തെ ഉണ്ടായിരുന്ന മാതാപിതാക്കള് എല്ലാവരും തന്നെ ഇന്ന് ഒരുമിച്ച് ഇരുന്ന് കണ്ടവരെല്ലാം റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടും ഈ ഇതില് കാണാത്തവരെല്ലാം തന്നെ ഇത് യങ്സ്റ്റേഴ്സും ആയിട്ടുള്ള പെൺകുട്ടികളും എല്ലാം തന്നെ അവര് വ്യക്തമായിട്ട് എന്ന് പറയുന്നു. അവർക്ക് ഒരു എവർലാസ്റ്റിംഗ് മെമ്മറി, ഒരു നല്ല കണ്ടന്റ് ഞങ്ങൾ കണ്ടു എന്ന് ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ആനന്ദം. ഐ താങ്ക് നമ്മുടെ സുബ്രഹ്മണ്യൻ സാർ, വിദ്യാജി, അദ്ദേഹത്തിന് അറിയാലോ നമ്മുടെ പടത്തിലൊരു ക്രൂഷ്യൽ അന്ധനായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്ത വിനീത്. അതേമാതിരി ഇന്ന് ഇവിടെ മിസ്സിംഗ് ആണ്. അദ്ദേഹം ഇന്നലെ വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഫാമിലി ആയിട്ട് കാലിക്കറ്റിന്റെ സിനിമ കാണണമെന്ന് ആഗ്രഹിച്ച് പുള്ളി തിരിച്ചു പോയതാണ്. അദ്ദേഹം കണ്ടു. രഘുനാഥ് പലേറ്റി, അങ്ങനെ ധാരാളം പേര് ഞങ്ങളുടെ അന്നത്തെ ട്രാവലിലുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിലെല്ലാത്തിനും ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ഈ പ്രവൃത്തി ചെയ്ത് തുടങ്ങിയ സമയം മുതൽ
നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ മിസ്റ്റർ മോഹൻലാൽ അദ്ദേഹത്തിന് ഞങ്ങളുടെ കൂടെ നിൽക്കുകയും അതേമാതിരി തന്നെ ഇതിന്റെ പ്രൊമോഷൻ കാര്യങ്ങളിൽ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ട്രെയിലർ റിലീസിംഗ് എന്ന് പറയുന്ന ഒരു കർമ്മത്തിൽ അദ്ദേഹം ഇവിടെ പ്രസന്റ് ആയിട്ട്, ബിക്കോസ് അത് അറിയാലോ നിങ്ങൾ, അദ്ദേഹം വളരെ തിരക്ക് പിടിച്ച് ഇവിടുന്ന് ഗുജറാത്തിലേക്ക് പോകുന്ന ഒരു ഇടവേളയിലാണ് ഞങ്ങൾക്ക് വേണ്ടി വന്ന് ഇത് ആ ഫംഗ്ഷൻ ഒരു ഗംഭീര ഫംഗ്ഷനാക്കി വരികയും ഇന്നലെയും ഒക്കെയായിട്ട് സിബിയും ഞാനും എല്ലാവരുമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയും അത് ഞങ്ങൾക്ക് മാക്സിമം പ്രൊമോഷൻ കാര്യങ്ങൾ ചെയ്തു തരും. അന്ന് കാണിച്ച അതേ ഉത്സാഹം ഞങ്ങളോട് കൂടി കാണിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിനും നന്ദി പറയുന്നു. പിന്നെ മീഡിയാസ് എനിക്ക് എടുത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങളെ ആരും ബോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ വലിയൊരു ലെവലിലേക്ക് വർത്താനം പറയുകയല്ല, ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ പറയുന്നത്. ഞങ്ങളുടെ ഈ സംരംഭത്തിന് വളരെയധികം മീഡിയാസ് ഞങ്ങളോട് സഹകരിക്കും. അത് ഒരിക്കലും മറന്നു പറയുന്നതെന്നല്ല, നിങ്ങൾ ഈ സിനിമയുടെ ക്വാളിറ്റി മനസ്സിലാക്കി ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് വളരെയധികം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും മറക്കാനാവാത്ത കാര്യമാണ്. ഒരു പുതിയ പടത്തിന് എനിക്കറിയാം, ഇത്രയും വർഷം ട്രാവൽ ചെയ്ത് എനിക്കറിയാം ഒരു പുതിയ പടത്തിന്റെ പ്രൊമോഷൻ എന്താണ്. സോൾ പെയ്ഡ് പ്രൊമോഷൻസ്. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് എല്ലാ മീഡിയ സുഹൃത്തുക്കളും, വലുതും ചെറുതുമായിട്ടുള്ള മീഡിയ സുഹൃത്തുക്കൾ 2 ദിവസം കൊണ്ട് 35ഓളം TV കവറേജ് ഞങ്ങളുടെ ലേശനും വർക്കായിട്ടുള്ള മിസ്റ്റർ ശിവപ്രകാശിന്റെ നേതൃത്വത്തിൽ അവിടെ വരികയും 35 മണിക്കൂർ ഇന്റർവ്യൂസ് ആണ് ഞങ്ങളുടെ അടുത്ത്. ഞങ്ങൾ വിളിച്ച് ക്ഷണിച്ചിട്ടും അല്ലാത്തവരുമായിട്ടുള്ള ആൾക്കാർ വിവരം അറിഞ്ഞു വന്നവരാണ് ഏറ്റവും കൂടുതൽ. ബിക്കോസ് ഇതിന്റെ ഒരു എന്താ പറയാ, എങ്ങനെ വരും എന്നുള്ള ആശയം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പൊ അത് കാരണം മീഡിയ സുഹൃത്തുക്കളെല്ലാം തന്നെ ഞങ്ങളുടെ എല്ലാ ടീമിന്റെയും പേരിൽ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇത് ഒരു എന്താ പറയുക, ഒരു മൊമെന്റസ് വെക്കേഷനാണ് ഇത്. ഇതുപോലെ വേറെ ഇത് പടത്തിനും നടക്കുമോ എനിക്കറിയില്ല. പിന്നെ ഇവിടെ അപൂർവമായ ഒരു വിഷയമാണ്. അതായത് ഞാൻ ആദ്യം എൻ്റെ അഴകിയറാവണം തൊട്ട് വരുമ്പോൾ ആ ജനറേഷൻ അന്ന് എൻ്റെ പാട്ടുകൾ ആസ്വാദിച്ച് മനസ്സിലാക്കി എന്നോട് സ്നേഹം കാണിച്ച് ആ ജനറേഷനുണ്ട്. പിന്നെ ആ ജനറേഷൻ എന്നോട് പാട്ടുകളോടെയാണ് വളർന്നത്. ആ ജനറേഷൻ കടന്ന് ഇപ്പോ ഇന്ന് അടുത്ത ജനറേഷൻ വന്നു. പിന്നെ ഈ ജനറേഷൻ കൂടി ആ പാട്ടുകളെ അത്രത്തോളം ആസ്വാദിക്കുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ അപ്പോ സംഗീതം സത്യമാണ്. I realize that I know that music is God. For me it is God. So ഈ സത്യസന്ധമായ ഈ സംഗീതം നമുക്ക് ഓർക്കുമ്പോൾ, അതിനു വേണ്ടി നമുക്ക് ശ്രമിക്കുമ്പോഴും അതിന് കൃത്യമായിട്ട് അതിന്റെ പ്രതിഫലമുണ്ട്. മേ ബി ഇറ്റ് ഈസ് ഡിലേഡ് ബട്ട് ഇറ്റ് ഇസ് നെവർ ഡിനൈഡ് അല്ലേ. അപ്പോൾ ബട്ട് ഈവൻ ഈ പടം 24 years ബാക്ക് റിലീസായപ്പോഴും ഇതിന്റെ പാട്ടുകളൊക്കെ വളരെ മനോഹരമായിട്ട് എല്ലാവരും ഏറ്റെടുത്തു. അത് ഒരു ഹരമായി മാറി പോയി. പിന്നെ അപ്പമുള്ള യങ്സ്റ്റേഴ്സ് എടുത്തത് അതിന്റെ പ്രണയഗാനങ്ങളാണ് അതിലെടുത്തത്. പിന്നെ മ്യൂസിക്കലായിട്ട് ഉള്ളത് ഈ ജനറേഷനിൽ വരുമ്പോൾ ഇപ്പോ സമയമായ ഒരു 5 കൊല്ലം മുമ്പായിട്ട് വരുന്ന ഈ ജനറേഷനാണ് ഈ മ്യൂസിക്. ഐ തിങ്ക് ദേ ആർ മോർ റിലേറ്റിംഗ് ടു ദി musicality of the അതിലുള്ള ഡെപ്ത്. പിന്നെ എല്ലാവരും I find so much of music in Kerala. Basically everyone is a singer and everyone is a talented singer. God has blessed so much. So അവർക്ക് അതിനുடைய ഡെപ്ത് അറിഞ്ഞിട്ടാണ് അവർ ഇപ്പോൾ അത് എന്താ പറയുക, they are celebrating that music and I'm very happy for that. I'm very happy to be part of the caucus unit with CBG. We have done so many beautiful films. Our films are musical hits. ഇതുവരെ ഉള്ള എല്ലാ പടങ്ങളും. So
പക്ഷെ ഇന്നലെ ഞാൻ ചെന്നൈ തിയേറ്ററിൽ കാണുമ്പോൾ അതിന്റെ ഒരു അതായത് ഞാൻ ഒറിജിനലായിട്ട് ചെയ്തതിനൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ ഇപ്പൊ കാണുമ്പോൾ ഇതൊരു പുതിയ പടമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിന്റെ ഒരു കംപ്ലീറ്റ് റീ എഡിറ്റഡ് വേർഷൻ അല്ലെ, കംപ്ലീറ്റ് ഒറിജിനലിന്റെ I think almost 30 minutes, 25 minutes മേലെ they have removed the unwanted scenes. And പടം കാണുമ്പോൾ എനിക്ക് തോന്നിയത് ഐ വാസ് വാച്ചിങ് an English film. அந்த ഒരു അതാണ് എന്റെ തോന്നൽ. And it was very beautiful experience watching with the audience. And ഈ പടത്തിന്റെ ഇവർ ഷമാവും I think through Caucus Media Experiment, when she has taken up the reins from C.L. Caucus, now she is continuing the legacy. And this being a part of her legacy, I think it's going to do a lot of good for you, Sharma. God bless you. And we have to thank all the media for C.R.J. Palaniyadupole, Athatholam. Even they have promoted the film, they have given so much of attention to the film. And of course, the pride of one of the prides of India, Sri Mohanji, is there in the film, who to carry it on his shoulders. And we have our yeah, and I have to mention that. അതായത് വെറും ഈണങ്ങൾ കൊണ്ട് മറ്റുമല്ല ഒരു പാട്ട്. ഈണം എത്രത്തോളം നന്നായാലും അതിനെ ചേരുന്ന വരികൾ വേണം, കവിത വേണം, വാക്കുകൾ വേണം. So I take this occasion to thank Kaidapuram Tirumeni for his excellent contribution to the songs of the film. And പാട്ടുകളെല്ലാം ഒരു പടിയെന്ന് പറഞ്ഞ പിന്നെ ഈ എന്തരോ മഹാനുഭാവങ്ങളും നാം ഒരു കീർത്തനം എടുത്തിട്ട് അവർ പറയുമ്പോൾ ഇത് ഇങ്ങനെ ഇത് വിശാൽ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഇവർ ഒരു ഇന്റർനാഷണൽ എന്താ പറയുന്നത് അക്ലൈൻഡ് മ്യൂസീഷ്യനാണ് ഫ്രം ഇന്ത്യ. And that was from South India എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് അതാണ്. ഫ്രം സൗത്ത് ഇന്ത്യ പറയുമ്പോൾ നമുക്കെല്ലാവർക്കും വി ഹാവ് എ ഹംബിൾനെസ് ഇൻ അവർ ഹാർട്ട്. എത്രത്തോളം നമുക്ക് അറിവിരുന്നാലും ഐ തിങ്ക് വി ഹാവ് ടു നമ്മൾ അന്നം വിട്ട് ഒന്നും കളിക്കരുതില്ല. നമുക്ക് വി ഹാവ് എ ഹംബിൾനെസ്, വി സ്റ്റിൽ റെസ്പെക്ട് അവർ എൽഡേഴ്സ്. So the song should be എന്തരോ മഹാനുഭാവം, saluting all the great legends before us, all the great masters of music. അത് എടുത്ത് ചെയ്യുമ്പോൾ it was wonderful. And അപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഞാനാണ്, ചെയ്തത് അവനാണ്. And that is God's presentation to our film and to my music career. So I thank God in this occasion. And നിങ്ങൾക്ക് ഏതെങ്കിലും ചോദിക്കണമെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. Yes. അന്ന് തിയേറ്ററിലാണ് കണ്ടത്. അല്ല, അന്ന് കാണുമ്പോൾ ഇവർ എനിക്കൊരു പ്രിന്റ് അയച്ചു ഇവിടുന്ന്. ആ പ്രിന്റ് ഒന്നും കിടപ്പുണ്ട് എന്റെ സ്റ്റുഡിയോയില്. ഐ സ്റ്റിൽ ഹാവ് ദി DTS പ്രിന്റ് എന്നോടുണ്ട് എന്റെ സ്റ്റുഡിയോയില്. ഞാൻ പ്രിന്റ് ഇട്ടിട്ട് കണ്ടതാ. I have to mention നമ്മുടെ அப்படி யாரும் மிக்ஸ் ചെയ്തത് സപ്താ സ്റ്റുഡിയോസ് ഹരിന്ന് പറഞ്ഞിട്ട് ഹരിനാരായണൻ അയാൾ പ്രത്യേകമായിട്ട് ഞാൻ I have to congratulate him for the excellent audio work he has done. Because ഇത് മൾട്ടി ട്രാക്ക് നമ്മുടെ അടുത്തല്ല. വി ഹാവ് ഓൺലി ദി 5.1 മിക്സ് ആണ് ഉള്ളത്. പിന്നെ എല്ലാ ട്രാക്സും മിക്സ് ചെയ്തിട്ട് DTSന് വേണ്ടി അന്ന് ചെയ്ത ഈ 5.1 ട്രാക്സ് ആണ് നമ്മുടെ അടുത്ത് ഉള്ളത്. പിന്നെ അതുകൊണ്ട് അറ്റ്മോസ്ഫിയറിലേക്ക് അവർ മാറ്റി അത് ഇടുമ്പോൾ ക്വാളിറ്റി എത്രത്തോളം അത് കെടാതെ അത് ചെയ്തത് വളരെ ശ്രദ്ധയോടും he has done with very good fidelity. So I congratulate Hari Narayanan on this occasion. And അല്ല 4K എന്ന് പറയുന്നത് പിക്ചറിന്റെ ക്വാളിറ്റിയാണ്. Okay.
അല്ല അങ്ങനെയല്ല. പടത്തിന് എന്ത് അത്യാവശ്യം തേവയോ അതുപോലെ തന്നെ നമ്മൾ പടം ചെയ്യാറുണ്ട്. ഇപ്പൊ ഇത്രത്തോളം അഡ്വാൻസ്മെന്റ് ആയിട്ടും ചില ഇംഗ്ലീഷ് പടങ്ങൾ നമ്മൾ കാണുമ്പോൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കാറുണ്ട് അവര്, അല്ലെ? 35 ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ അതിന്റെ മാക്സിമം ഇമ്പാക്ട് ആ സ്ക്രിപ്റ്റിനെ ഏത് തരുവോ അതാണ് മീഡിയം അവർ ചൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ദ ഡയറക്ടേഴ്സ് കോൺസെപ്റ്റ്. അത് ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ഡയറക്ടറാണ് ചൂസ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ കാണണം അവർ ഉദ്ദേശിക്കുന്നു, അതുപോലെ വരുന്നുണ്ട്. സോ ഇറ്റ് ഇസ് നോട്ട് വെദർ ഇറ്റ് ഇസ് ഇൻ 4K, Dolby Atmos, 5.1, 7.1 ടവർ എല്ലാം ഇത് ഒന്നുമില്ല. ഐ ഡോണ്ട്. സിനിമകൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു പരാജയ കാരണം സാർ ആ സിനിമയുടെ അന്നത്തെ ഒരു പരാജയം നമുക്ക് അന്നും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഏത് പരാജയപ്പെട്ടു വീണ്ടും ഇന്നലെ കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തീർന്നു പോയെന്നുള്ള ഇതായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അറിയില്ലാണ് ഇനി കുറച്ചുങ്ങൾ വേണമായിരുന്നു തോന്നില്ല. സാർ അന്ന് ആ സിനിമ ഏറ്റെടുക്കാറുണ്ട്. സാറിന് എന്തായിരുന്നു? അല്ല, എന്റെ ജീവിതത്തിൽ ഞാൻ അധികം കണ്ടത് ഫെയിലിയേഴ്സ് ആണ്, സക്സസ് അല്ല. സോ അത് എനിക്ക് ഇറ്റ് വാസ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ്. പിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതുപോലത്തെ പടത്തെ ഇവര് കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവർ ഏറ്റെടുക്കും, ഇവർ കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ എന്റെ വിചാരം തെറ്റിപ്പോയി. പിന്നെ ദാറ്റ് വാസ് എ ഡിസപ്പോയിന്റ്മെന്റ്. പക്ഷേ അന്ന് ഞാൻ തമിഴിലും കുറെ പടങ്ങൾ ചെയ്യുന്നുണ്ട് ആ കാലത്തെ. സോ ഐ ഡിഡ്ന്റ് ഹാവ് മച്ച് ഓഫ് ഡിസപ്പോയിന്റ്മെന്റ് ബിക്കോസ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഞാൻ ചെയ്യുന്നത് വീശമാധവനാണ്. ഇത് കഴിഞ്ഞിട്ട് so I had so many films on my hand. So ഇവർ പറയുന്നത് പോലെ because he put his എന്താ ഈ പടത്തിന്റെ മുമ്പോട്ട് 24 years he was working on the film. That is what Sibi sir told. So I mean his loss is not comparable, it is incomparable. For me இந்த പടം ശരിയാ ഓടിയില്ലെങ്കിൽ അടുത്ത പടം ഉണ്ട് നമുക്ക് ചെയ്യാം. അവർക്ക് അങ്ങനെ ഇല്ലല്ലോ. അവർ invested his life, a part of his life into the film. So it would have affected more him and എന്താ പറയുക, without monetary benefits it would have affected more the producer. You understand? Detective because കുറെ പടങ്ങൾ ചെയ്തു വരുമ്പോൾ നമുക്ക് ഒരു പടം അങ്ങനെ ശരിയായിട്ട് ഓടിയില്ലെങ്കിലും അടുത്ത പടത്തെ അത് കവർ ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. So it didn't affect me much, but I had a disappointment definitely. ഇന്നലെ പടം കാണുമ്പോൾ ആ ഓർമ്മയിൽ തന്നെ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അല്ല, നമ്മ പൊതുവെ പടങ്ങൾ റീറെക്കോർഡിംഗ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ ഇപ്പൊ പടത്തിന്റെ വിഷ്വൽസും പടത്തിന്റെ ആ പാശ്ചാത്തലവും അതുമാണ് നമുക്ക് ഇൻസ്പയർ ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ ഇൻസ്പയർ ചെയ്യുന്നത് അതാണ്. നമ്മൾ കാണുന്ന കാഴ്ചകളും അത് എങ്ങനെ അവതരിപ്പിച്ചു. സോ യൂഷ്വലി ഒരു തമിഴ് പിക്ചറോ അല്ല ഒരു മലയാളം പിക്ചർ നമുക്ക് റീറെക്കോർഡിങ് ചെയ്യുമ്പോൾ ഒരു 6-7 ദിവസത്തിൽ തീരും റീറെക്കോർഡിങ്. ഈ പടത്തിന്റെ റീറെക്കോർഡിങ് ഞാൻ അന്ന് ചെയ്തത് 30 days ആണ്. അത് ഞാൻ എത്രത്തോളം ചെയ്തു ഇന്നും പടം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും വേണം ഇന്നും ഏതോ ചെയ്യണം. ഇപ്പൊ പല പ്രാവശ്യം ഇപ്പൊ അതൊക്കെ മുമ്പോട്ട് ഞങ്ങൾ ചെയ്ത പടങ്ങളുടെ സിയാജി അവിടെ വന്നിട്ട് ഒരു 5th day വരുമ്പോൾ അത് തീരാറാകും. ആ പടത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ തീരാറാകും. ആ സ്റ്റേജിൽ ആണ് അവർ വന്ന് കാണുന്നത്. അപ്പൊ ആദ്യം തുടങ്ങിയിട്ട് പിന്നെ ഒരു 5 days കഴിഞ്ഞിട്ട് സിയാജി അവിടെ വരുമ്പോൾ പടം എൻഡ് ഓൾമോസ്റ്റ് 13th ക്ലൈമാക്സ് മുമ്പോട്ടുള്ള വീട്ടില് നമ്മ കടപ്പ്. പക്ഷെ ഈ പടത്തില് അവർ 2-3 times വന്നു ചെന്നൈക്ക്. 3 times വരുമ്പോൾ ഇന്നും തീർന്നിട്ടില്ല, ഇന്നും സമയം വേണമെന്ന്. പിന്നെ അവർ ഒന്നും പറഞ്ഞില്ല, ഓക്കെ ടേക്ക് യുവർ ടൈം. പിന്നെ that shows his confidence in me. His confidence not only in me, his confidence in the picture. ഈ പിക്ചറിന് ഇത്രത്തോളം നെസസറി. പിന്നെ അതുകൊണ്ടാണ് വിജയസാഗർ ഇത് ചെയ്യുന്നത്. അങ്ങനെ ഒരു നമുക്ക് ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ സീ ടു മെനി പ്രൊഡ്യൂസേഴ്സ് ലൈക്ക് CRG ഫോർ ദാറ്റ് മാറ്റർ, അല്ലെ, ഹു സപ്പോർട്ട്. ടെക്നീഷ്യന് വേണ്ടിയത് അതാണ്. എനിക്കിത് വേണമെന്നും പോലെ അത് തരണം, പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അത് ഈ പടത്തിനെ ഇത്രത്തോളം എനിക്ക് ഇന്നൊരു 5 days വേണം. അപ്പൊ എത്തിയെന്നിട്ടില്ലെന്ന് പറയുമ്പോൾ that was a lovely experience. പടം ചെയ്യുമ്പോൾ അതിന്റെ ഒരു
മെയിനായിട്ട് ആ പടത്തിൽ വരുന്ന ആ 7 bells എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലേ, അതാണ് ദാറ്റ് വാസ് ദി മെയിൻ കീ എലിമെന്റ്. ഞാൻ പറഞ്ഞു എന്താണ് 7 bells എന്ന്, ഞാൻ എന്തോ ഉദ്ദേശിച്ചു. പിന്നെ ഒരു പടം കാണുമ്പോഴാണ് ഞാൻ കണ്ടത് അത് പിയാനോ അല്ല, ഹാർമോണിയം അല്ല, വെറുതെ ഒരു ബെൽസും അല്ല, എല്ലാം ചേർന്ന് ഒരുമിച്ച് ഒരു സാധനമാണത്. അപ്പൊ അതിന്റെ ഒരു സൗണ്ട് ഡിസൈനിങ് ഇത്തിരി സമയമെടുത്തു. പിന്നെ ആ ബെല്ലോസ് വരുമ്പോൾ അത് ശ്വാസം എടുക്കുന്നത് പോലെയാണ്. ബെല്ലോസ് ഹാർമോണിയത്തിന്റെ ബെല്ലോസ് പോലെ പിയാനോ കീസും ഉണ്ട്, പെഡലുണ്ട്, പിന്നെ ബെല്ലോസും ഉണ്ട്. പിന്നെ ശ്വാസം എടുത്തിട്ട് ആ സൗണ്ട് അശബ്ദം വരുന്നുണ്ട്. പിന്നെ ഈ ഓരോ ബെല്ലും നോട്ട് വായിക്കുമ്പോൾ പിന്നെ മേലോട്ട് ചെറിയ ബെൽസ് ഉണ്ട്, അതിന്റെ കംപ്ലീറ്റ് അത് വായിക്കും. ഇറ്റ് വാസ് ഡിഫറെന്റ് എക്സ്പീരിയൻസ്. വിദ്യാജി പറഞ്ഞത്, വിദ്യാജി ഈ മൂവിയിലേക്ക് വരുന്നത് ഇതിന് മുമ്പത്തെ വേർഷൻ ഫസ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് ഈ ഗെയിം ടു കൊച്ചി. ഇവിടെ വന്ന് ഫുൾ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് ഏകദേശം ഒരു 6 മാസം മുമ്പേ കഥയെ പറ്റി നല്ല ധാരണ അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അന്ന് തൊട്ട് അദ്ദേഹം മനസ്സിലത് വർക്ക് ചെയ്ത് തുടങ്ങി കാണുന്നു. ഈ എന്തിനോ മഹാനുഭാവനോ പാട്ട് അതിന്റെ ഡെസിഷൻ എടുക്കാൻ കീർത്തനം തന്നെയാണ് ഡിസൈഡ് ചെയ്ത് അദ്ദേഹമാണ്. അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് 1 മാസത്തോളം അതിന്റെ നൊട്ടേഷൻസ് എടുക്കാൻ തനിച്ച് സമയമെടുത്തു ആ ഒരു പാട്ടിന് വേണ്ടി മാത്രം. അപ്പൊ അദ്ദേഹം പിന്നെ ഞങ്ങളുടെ ഒരു റിലേഷൻ തുടങ്ങുന്നത് ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് പ്രണയവർണ്ണങ്ങൾ. എന്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ സിനിമകൾക്കും എനിക്ക് ഏറ്റവും മനോഹരമായ പാട്ടുകൾ തന്നെയാണ് പ്രണയവർണ്ണങ്ങൾ, സമ്മറിന്റെ ചെറിയ മുസ്താദ്, എല്ലാത്തിനും ഭയങ്കര ഗംഭീരം. അപ്പൊ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 4ാമത്തെ പടമാണ് ബാക്ക് ടു ബാക്ക് ഞങ്ങൾ ചെയ്തത്. അപ്പൊ ഞങ്ങൾ തമ്മിൽ നല്ല റാപ്പ് ഉണ്ടാവും. എനിക്കൊക്കെ വേണ്ടത് അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം എനിക്ക് എന്ത് തരും എന്നുള്ളത് എനിക്കും അറിയാം. കൃത്യമായിട്ട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് സിയാദിനും അതിനു മുമ്പ് മറവത്തൂർക്കറും സമരൻ ബന്ധവും ഒരുമിച്ച് അവർ ചെയ്തുകൊണ്ട് ഞങ്ങൾ 3 പേരും തമ്മിൽ കൃത്യമായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പറയാതെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പം ഈ കഥ വന്നപ്പോൾ നമുക്ക് വേറെ ഓരോ ഓപ്ഷനും ഇല്ല. വിദ്യ ഇസ് ഗോയിങ് ടു ഡു ദിസ് മൂവി എന്നുള്ളത് ഞങ്ങൾ ഡിസൈഡ് ചെയ്താണ്. സോ ഹി വാസ് വെരി മച്ച് പാർട്ട് ഓഫ് ദിസ് മൂവി ഫ്രം ദ ഈവൻ ബിഫോർ വി സ്റ്റാർട്ട് ദ ഷൂട്ടിംഗ്. അങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ് എല്ലാവർക്കും ഇതിനകത്തുണ്ടാകും. ഒരുപാട് പേരുടെ ഇൻപുട്സ് ഉണ്ട്. ഇതിപ്പം എന്റേതോ രഘുവിൻ്റെതോ മാത്രമല്ല, ഇതിലെ ഓരോ ടെക്നീഷ്യൻസും അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ, സന്തോഷ് നന്ദിയായാലും മുത്തരാജായാലും ശ്രീധർ സാറായാലും സതീഷ് കോസ്റ്റ്യൂംസിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റും കൃത്യമായ ഇൻപുട്സ്, അവരുടെ ഏറ്റവും ബെസ്റ്റ് ഇൻപുട്സ് സിനിമയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാൾക്ക് മാത്രം ഇതിന്റെ ഒരു ക്രെഡിറ്റും അവകാശപ്പെടാനില്ല. എബോവ് ഓൾ ദ പ്രൊഡ്യൂസർ. കാരണം ഒരു പ്രൊഡ്യൂസർ ധൈര്യമായിട്ട് ഒരു ഡയറക്ടറെ വിളിച്ചിട്ട് ആദ്യം പറയുന്നത് എനിക്ക് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്, ഒരു കഥ കിട്ടുകയും ചെയ്യിച്ചു. അവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ആർട്ടിസ്റ്റുകൾ പ്രശ്നമില്ല, ആരാക്ടർ അതൊക്കെ പിന്നീട് കഥ കൊണ്ടുവരും, കഥയ്ക്ക് പറ്റുന്ന ബാക്കിയുള്ളത് കൊണ്ടുവരും. അങ്ങനെ ഒരാൾ ധൈര്യമായിട്ട് പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ, നമ്മളെ ഒരാൾ വിശ്വാസത്തിലെടുക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ലത് കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു വല്ലാത്തൊരു കോമ്പിനേഷൻ ഒത്തുവന്നു. ബട്ട് റിസൾട്ട് വാസ് ഡിസപ്പോയിന്റിങ് അന്നത്തെ കാലത്ത്. ബട്ട് 24 വർഷങ്ങൾക്ക് ശേഷം ദിസ് ഇസ് വൺ ഓഫ് എ കൈൻഡ്. ഇങ്ങനൊന്നും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ലോക സിനിമയുടെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് എന്റെ ഓർമ്മ, എന്റെ അറിവില്ല. ഒരു പരാജയപ്പെട്ട സിനിമ ഒരു 4 നൂറ്റാണ്ടിന് ശേഷം പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നു, അത് തിയേറ്ററുകളിലേക്ക് എത്തുന്നു. അത് ഞങ്ങൾ ആരും ഇങ്ങനെ ഒരു സക്സസ് പ്രതീക്ഷിച്ചില്ല. ഇത് ചെയ്യുമ്പോൾ വരും ആൾക്കാർ വന്ന് കുറേയൊക്കെ കാണും, കുറച്ച് പേര് വരും, കാണും, പോകുന്നൊക്കെയാണ്. ഫസ്റ്റ് ഡേ തൊട്ട് ഇതിന്റെ ബുക്കിംഗ് ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങൾ ഞെട്ടിക്കുന്നു. നമ്മൾ വിചാരിച്ചതിന്റെ എത്രയോ മുകളിലേക്കാണ് ഇത് ആൾക്കാർ ഏറ്റെടുക്കുന്നതെന്നുള്ളത്. ഇതൊന്നും ഞങ്ങളുടെ ആരുടെയും കഴിയില്ല. മുകളിൽ ഒരാളുണ്ട്. എല്ലാം എന്താണ് നമ്മൾ ഒരിക്കലും മനുഷ്യ സാധ്യമല്ലാത്തൊരു കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെ ആരുടെയും കഴിവുണ്ടെന്നില്ല, അങ്ങനെ ഒരു തോന്നൽ ഇവരുടെ ഉള്ളിലേക്ക് വരുത്തിയതാണെന്ന് നമുക്കറിയില്ല. ഇത് പ്രേക്ഷകരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് സ്വീകരിക്കപ്പെടുമെന്ന് നമുക്കറിയില്ല. ബട്ട് എവറിഥിങ് ഫീൽ ടു പ്ലേസ്, എല്ലാം കൃത്യമായിട്ട് വന്നിരിക്കുന്നു. അത് എനിക്ക് നന്ദി പറയാനുള്ള ദൈവത്തോട് മാത്രമാണ്. 24 വർഷത്തെ ഞങ്ങളുടെ ഒരു ട്രാവലുണ്ട് ഇതിന്റെ ആഗ്രഹം. അദ്ദേഹം പറഞ്ഞതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം 42 വർഷത്തെ ഒരു ട്രാവലാണ്. അപ്പം
സിയാദിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ കഴിഞ്ഞ 24 വർഷത്തെ നമ്മളാരും കടന്നു പോകാത്ത വലിയ പ്രതിഫലങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോയിട്ടുണ്ട്. അതിനെല്ലാം ഒരു എന്താണ് ഞാനെപ്പോഴും പറയാറുള്ള കാര്യം, സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ടും നമ്മൾ ജോലി ചെയ്താൽ അതിന് പ്രതിഫലം ഉണ്ടാകും. അത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. സോ എല്ലാവർക്കും നന്ദിയുണ്ട്. ഈ സിനിമയെ ഞങ്ങളിലേക്ക് കൊണ്ടുവരാൻ, ഇങ്ങനൊരു സിനിമയെ പറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് ഒരു പുതിയ തലമുറയാണ്. നമ്മൾ പലപ്പോഴും അവരുടെ കാഴ്ചപ്പാടുകളെ തെറ്റായി ചിന്തിക്കാൻ പലപ്പോഴും അവരും, പക്ഷെ അവരൊക്കെ നല്ല രീതിയിൽ സിനിമയെ കാണുകയും ആസ്വദിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തത് അതിനുള്ള ഏറ്റവും വലിയ ഗുണങ്ങളാണ്. അവർ ഈ സിനിമയുടെ നന്മയെ തിരിച്ചറിയുന്ന ഈ തലമുറയാണ്. അവരോടാണ് എനിക്ക് എൻ്റെ ഈ ഒരു സ്നേഹം ഏറ്റവും കൂടുതലായിട്ട് പങ്കുവെക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ എല്ലാവർക്കും നിങ്ങളോട് സിയാദ് പറഞ്ഞ പോലെ 40ഓളം ചാനലുകൾക്ക് നമ്മൾ റേഡിയോ സ്റ്റേഷൻസ്, പ്രിന്റ് മീഡിയ എല്ലാവരും ഞാൻ ഒരു 4 ദിവസം 1 മണിക്ക് മുമ്പ് ഉറങ്ങിയിട്ടില്ല. വീണ്ടും രാവിലെ എഴുന്നേറ്റ് എല്ലാവരും ഞങ്ങളെല്ലാവരും വോട്ട് ചെയ്യും. അപ്പൊ അത്രയും മാത്രം സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. എല്ലാവരും ഇത് നല്ല സ്റ്റഡി ചെയ്ത് വന്നിട്ടാണ് ഇതിനെപ്പറ്റി നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാനുണ്ട് അത് വലിയ റീച്ച് ഉണ്ടാക്കി സൊസൈറ്റിയിൽ. നമ്മളൊരു പത്രപരസ്യം കൊടുത്തിട്ടില്ല ഈ സിനിമയ്ക്ക്. അതിന്റെ ആവശ്യമില്ല. കാരണം അവരുടെ മനസ്സിലുണ്ട് നമ്മളെ ഒരു പത്രപരസ്യം ഒരു ദിവസം കണ്ട് പറഞ്ഞു പോകുന്നതാണ്. പക്ഷെ അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയുന്നത് അതിനേക്കാൾ വലിയ രീതിയിൽ ഈ സിനിമയോടുള്ള സ്നേഹം പതിഞ്ഞു കഴിഞ്ഞതാണ്. സോ എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. അല്ല, നമ്മൾ ഈ മോഹൻലാൽ വന്നതോടെ അത് ഞങ്ങളുടെ തെറ്റാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. അന്ന് നമ്മുടെ തെറ്റെന്ന് പറയുന്നത് നമ്മുടെ മിസ്കൺസെപ്ഷനാണ്. ഇതിനെപ്പറ്റി മോഹൻലാൽ വരുന്നതിനും വരെ അങ്ങനത്തെ ഒരു ക്യാരക്ടറോ ഒന്നുമില്ല, ട്രാക്കില്ല. മോഹൻലാൽ വന്നതോടുകൂടി ഒരു അന്നത്തെ മോഹൻലാലിന്റെ ഒരു സ്റ്റാർട്ടിനെ നമ്മൾ പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷയുണ്ടല്ലോ. നമ്മുടെ സിനിമയിൽ ആക്ച്വലി നമ്മുടെ ഇപ്പോൾ പറഞ്ഞ കഥയിൽ അത്രമാത്രം എലമെന്റ്സ് ഇല്ല. മോഹൻലാലിന്റെ സൂപ്പർ ഹീറോ ആയിരുന്നില്ല. അപ്പൊ അത്തരത്തിലൊരു ഓഡിയൻസിനെ കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ചില എലമെന്റ്സ്, ഒരു ഫൈറ്റ് സീക്വൻസ് ആദ്യം ഉണ്ടായിരുന്നു. അത് കഥയുമായിട്ടൊരു ബന്ധമില്ലാത്ത മോഹൻലാലിന്റെ ക്യാരക്ടറിനെ ഒന്ന് ഒരു പോസ്റ്റ് ചെയ്യുന്നൊരു അമ്പിളിച്ചേട്ടന്റെ ക്യാരക്ടറും ഹ്യൂമറിനെ പറ്റി മാത്രമല്ല, അത് മെയിൻ സ്റ്റോറിയെ ഒരു ഘട്ടത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രാക്ക് ആയിരുന്നില്ല. പക്ഷെ അമ്പിളിച്ചേട്ടൻ അത് ഗംഭീരമായിട്ട് ചെയ്തു. ഒരുപാട് പേര് ചിരിക്കുന്നുണ്ട്. ചിലരൊക്കെ ഇപ്പോഴും പറയുന്നുണ്ട് അമ്പിളിച്ചേട്ടന് മിസ്സിംഗ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ കഥയ്ക്ക് അത് ആവശ്യമില്ല. അമ്പിളിച്ചേട്ടൻ എൻ്റെ കൂടെ ഒരുപാട് പടങ്ങൾ ചെയ്തു. എൻ്റെ ഒരുപാട് ഗംഭീരമായ എന്താണ് കഥാപാത്രങ്ങളെ എൻ്റെ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല, ഞങ്ങൾ ചെയ്ത തെറ്റായ ഡിസിഷനെ ഞാനിപ്പോൾ കറക്റ്റ് ചെയ്യുന്നതാണ്. ഈ സിനിമയ്ക്ക് ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ കഥ മാത്രം പറഞ്ഞു പോവുകയാണ്. 34 മിനിറ്റാണ് ഞാൻ ഇതിനകത്ത് എഡിറ്റ് ചെയ്യുന്നത്. 2 മണിക്കൂർ 46 മിനിറ്റ് ഉണ്ടായിരുന്ന സിനിമ ഇപ്പോൾ 2 മണിക്കൂർ 12 മിനിറ്റാണ്. അത് ആരും അമ്പിളിച്ചേട്ടനെ മിസ്സായിരുന്നു പടം കഴിഞ്ഞതും വരെ പറഞ്ഞിട്ടില്ല. പടം കഴിഞ്ഞപ്പോഴാണ് അമ്പിളിച്ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് മോഹൻലാലിന്റെ ആദ്യത്തെ ഫൈറ്റ് ആവശ്യമില്ലായിരുന്നു. രണ്ടാമതൊരു ഫൈറ്റ് ഉണ്ട്, അതും ഞാൻ കൃത്യമായിട്ട് ഇത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് ടഫാണ്. കാരണം നമ്മൾ മിക്സഡ് സൗണ്ട് ട്രാക്ക് വെച്ചിട്ട് എഡിറ്റ്, മ്യൂസിക്കും ഡയലോഗൊക്കെ മിക്സ് ചെയ്ത് കിടക്കാം. അത് നമുക്ക് സെപ്പറേറ്റ് കേൾക്കാൻ പറ്റില്ല. മറ്റു റെക്കോർഡിംഗ് ട്രാക്സ് നമുക്ക് മൾട്ടിപ്പിൾ ട്രാക്സ് ഉണ്ടെങ്കിലും ഡയലോഗുമായിട്ട് മിക്സ് ചെയ്യുന്ന പോർഷനിൽ കട്ട് ചെയ്താൽ മ്യൂസിക്കും ജമ്പാവും ഡയലോഗും ജമ്പാവും. അപ്പോൾ സൈലൻസ് ഉള്ള സ്ഥലങ്ങളൊക്കെ നോക്കി മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അത് വളരെ എന്താണ് നന്നായി ചെയ്യാൻ കഴിയും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില കാര്യങ്ങൾ നമുക്ക് കട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായപ്പോൾ ഞങ്ങൾ ചില ട്രിക്കൊക്കെ അതൊക്കെ ഉപയോഗിക്കേണ്ടി വന്നു. അപ്പോൾ ഈ അമ്പിളിച്ചേട്ടന്റെ സീക്വൻസ് അതുപോലെ തന്നെ കൃത്യമായിട്ട് മാറ്റാൻ കഴിയും. മോഹൻലാലിന്റെ ആ ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് കാളവണ്ടി പൊക്കുന്നത് ആ ഫൈറ്റിന്റെ എൻഡിൽ വരുന്ന ഷോട്ടും ആദ്യത്തെ ഷോട്ടും കൂടെ ഒരുമിച്ച് കട്ട് ചെയ്യാൻ പറ്റി. അതൊക്കെ അല്ല, അങ്ങനെ എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഹ്യൂമൻലി പോസിബിൾ അല്ലാത്തൊരു കാര്യം. ഡിവൈൻ ഇന്റർവെൻഷൻ, ഒരു ദൈവികമായ ഇടപെടലുണ്ട്. അല്ലെങ്കിൽ സാധിക്കുന്നില്ല. എങ്ങനെയാണ് കുപ്പത്തൊട്ടിയിൽ കളഞ്ഞ ഒരു സിനിമ മാണിക്യമായിട്ട് തോന്നിയിരിക്കുന്നത് അല്ലേ? അത് മനുഷ്യനെ കൊണ്ട് സാധിച്ചല്ല.
ദൈവം ഇതിനായിട്ടൊരു സമയം നിശ്ചയിച്ചിരുന്നു ആ സമയം കാണുന്നത്. ഞാൻ അത് തന്നെ വിചാരിക്കുന്നത്. എന്നാൽ ഈ സിനിമ 24 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയതാണ്. പക്ഷെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ ഉയർത്തെഴുന്നേൽപ്പാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ പടം കാണുമ്പോൾ എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞില്ലേ? പിന്നെ അതിന്റെ എനിക്ക് തോന്നുന്നത് ഞാൻ പറയാം. ഇത് ആദ്യമായിട്ട് ഞാൻ ചെയ്തത് ഒരു മലയാള പടമാണ്. പിന്നെ ഇന്നലെ ഞാൻ കണ്ടത് ഒരു ഇംഗ്ലീഷ് പടമാണ്. ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു എൻ ഇംഗ്ലീഷ് ഫിലിം. അതിന് പ്രൊട്ടാഗണിസ്റ്റ് ഉണ്ട് ഇംഗ്ലീഷ് പടങ്ങളിൽ. അത് യൂഷ്വലി ഒരു വലിയ ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യും. ബട്ട് ആ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യും. അതിന് അൺവാണ്ടഡ് ആയിട്ട് ഒന്നും സീൻസ് വരാറില്ല. അൺവാണ്ടഡ് ഇത് യു ജസ്റ്റ് ഗോ വിത്ത് ദി സബ്ജക്ട് ദ ഹോൾ ഫിലിം. ഈ പടവും അതുപോലെ തന്നെ ഇന്ന് കാണുമ്പോൾ ഇറ്റ് വാസ് ഓൺലി ദ സബ്ജക്ട്, ദർ വാസ് നത്തിങ് എൽസ് ഫ്രം ദി ബിഗിനിങ്. ആരാണ് ഇത് ആരാണ് വായിക്കുന്നത്, ഇതാണ് ചോദ്യം. ആരോടോ എന്തോ പറയാനുണ്ട്. സോ ദി ടാഗ്ലൈൻ വാസ് ദി മെയിൻ സബ്ജക്ട്. സോ അതാണ്. സോ വെൻ ഐ സോ ദി ഫിലിം ആഫ്റ്റർ ദി എഡിറ്റഡ് വേർഷൻ ഐ ഫെൽറ്റ് ഇഫ് ദിസ് വാസ് ദി ഒറിജിനൽ വേർഷൻ, അപ്പൊ മ്യൂസിക് ഒന്നും ചിലയിടത്ത് ഞാൻ സൈലൻസ് ദർ വാസ് ലോട്ട് ഓഫ് മ്യൂസിക്. ചിലയിടങ്ങളിൽ ഐ തോട്ട് ഇറ്റ് കുഡ് ഹാവ് ബീൻ സൈലന്റ്. അതാണ്. But I mean, it was wonderful, very nice, great experience, and great editing. Very nice, very nice. ജഗദീഷ് സാറുடைய കംപ്ലീറ്റ് പോർഷൻ നമ്മൾ മാറ്റിയെടുത്തു. ആ പട്ടികളുടെ കോമഡി ഒക്കെ എല്ലാം പോയി. ആദ്യത്തെ ഫൈറ്റും പോയി, അല്ല എല്ലാം പോയി. മൂന്നാമത് ഫൈറ്റ് ചെയ്തു. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ മലയാളം നിങ്ങൾ കാണുമ്പോൾ ജസ്റ്റ് ടേക്ക് ഇറ്റ്. ഇതാണ് സബ്ജക്ട്. ഈ സബ്ജക്റ്റ് റിലവന്റ് ആയിട്ടുള്ളത് മൊത്തം മുഴുവൻ പടമും അതുപോലെ തന്നെ. നമുക്ക് പാട്ട് വേണ്ട ആവശ്യമുണ്ട് നമ്മുടെ പടങ്ങളുടെ. അപ്പൊ പാട്ടിന്റെ ആവശ്യമുണ്ട് ഉള്ളത് കൊണ്ടും സംഗീതം പ്രാധാന്യം ഉള്ളത് കൊണ്ടും അയാൾ സംഗീതജ്ഞൻ ഒരു ഇത് കൊണ്ടും നമുക്ക് മ്യൂസിക് വാസ് മോർ മ്യൂസിക് ആൻഡ് സോങ്സ്. ബട്ട് അത് ഒഴിവാക്കിയിട്ട് നമുക്ക് പാട്ട് ഒരു ഇംഗ്ലീഷ് പടം കാണുന്നത് പോലെ. അതാണ് എന്റെ ദാറ്റ് വാസ് മൈ എക്സ്പീരിയൻസ് വെൻ ഐ വാച്ച്ഡ് ദ ഫിലിം. ഇറ്റ് വാസ് ലവ്ലി. ഒരു കാര്യം കൂടെ ഉള്ളത്, എല്ലാ പടം കണ്ട ശേഷമുള്ള ഫീഡ്ബാക്കുകൾ എല്ലാവരും യുനാനിമസ് ആയിട്ട് പറയുന്ന ഒരു കാര്യം, എല്ലാ തിയേറ്ററിലും നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് പടം കഴിഞ്ഞിട്ട് ആൾക്കാർ എണീപ്പിക്കില്ല, അവിടെ ഇരിക്കുകയാണ്. കാരണം എന്താണ്, എന്തൊരോ മഹാനുഭാവരും വീണ്ടും വരികയാണ്. അപ്പൊ ആ പാട്ട് തീർന്നു കഴിഞ്ഞിട്ടും സൈലൻസ് തിയേറ്ററിലെ സ്ക്രീനിലെ ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞിട്ടാണ് ആൾക്കാർ എണീക്കുന്നത്. ചിലരൊക്കെ എന്നെ വിളിച്ചിട്ട് വെച്ചു, സാർ അത് കുറച്ചും കൂടെ അത് മുഴുവൻ കാണിക്കാമായിരുന്നല്ലോ, എന്തുകൊണ്ട് അടുക്കി വെച്ച് നിർത്തി വെച്ചു. അത് ടെക്നിക്കലി നമുക്ക് ടൈറ്റിൽ എവിടെയും വെറുതെ മ്യൂസിക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ ഒരു സെൻസേർഡ് ലെങ്ത് ഉണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പക്ഷെ ആൾക്കാർ ചോദിക്കുന്നത് അതിനു വേണ്ടിയായിരിക്കുന്നത്. വൺ ഓഫ് ദ മെയിൻ ഫാക്ടേഴ്സ് ഓഫ് ദിസ് മൂവി തിരിച്ചു വരാൻ ആൾക്കാർ ആഗ്രഹിച്ചത് മ്യൂസിക് തന്നെയാണ്. ബാക്കിയെല്ലാം അതിനെ കൂടെ അട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ മ്യൂസിക് അത്രയും നല്ലൊരു മ്യൂസിക് തന്ന വിദ്യാർത്ഥികൾ മനസ്സിലായിട്ടൊന്നും പറയുകയാണെങ്കിൽ അറിയാം നിങ്ങൾ വീഴ്ചയാണ്. നിങ്ങളുടെ ഉള്ളിൽ ആ സ്നേഹവും സന്തോഷവും നന്ദിയുമുണ്ട്. ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച്, തിരുസാറിന്റെ എഡിറ്റിംഗിന്റെ അതേമാതിരി തന്നെ ഞങ്ങളുടെ 4K റെസൊല്യൂഷനിലും ഒക്കെ സഹായിച്ച ഷെൽബൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ഞാൻ ആ പേര് നേരത്തെ മെൻഷൻ ചെയ്യേണ്ടതായിരുന്നു. ഞങ്ങളുടെ ഫോക്കസ് മീഡിയ എന്റർടൈൻമെന്റ്സിന്റെ ഒരു ബോണി എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള വളരെ ചെറിയ സ്റ്റുഡിയോ വെച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ പുറത്തു പോയി വർക്ക് ചെയ്യുന്നുണ്ട്. കടവന്തരയിലെ വളരെ ചെറിയ ഒരു സ്ഥലത്താണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ബോണിയിലെ അതേമാതിരി തന്നെ ബോണിയുടെ സിസ്റ്റമാരിയുണ്ട്. അപ്പൊ ഷെൽവൻ ഡെഫിനറ്റ് ആയിട്ടും ഫിലിം ചെയ്യണം എന്ന് പറഞ്ഞ സാറ് വരില്ലേ? ഞാൻ പറഞ്ഞു ഡെഫിനറ്റ് ആയിട്ടും ഞങ്ങൾ ആദ്യം പടം ഒന്ന് കാണാം. അപ്പൊ ഷെൽവന്റെ തിയേറ്ററിൽ തന്നെ ഞങ്ങൾ പടം കാണുന്നു. സിറ്റി സാറുണ്ട്. അവസാനം പിന്നെ
രഘുസാണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫസ്റ്റ് എന്തുണ്ടായിരുന്നു അത് കണ്ടു. അതിനുശേഷമാണ് സിബിയും ഷെൽവനും ധോണിയും കൂടെ എവിടുത്തെ കട്ടിംഗ് പോയിന്റ് ആണ്, എവിടുത്തെ കട്ടിംഗ്, ഏതൊക്കെയാണ് കട്ടിംഗ് പോയിന്റ്സ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യും. അത് കറക്റ്റായിട്ട് ചെയ്തു. അത് ഡെഫിനറ്റ് ആയിട്ടും അത് ഒരു അർത്ഥം എന്താ പറയാ, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു വർക്കാണ്. അപ്പൊ നാച്ചുറലി ഷെൽവനെ അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കല്യാണം കണ്ട് ഉറപ്പിച്ച് ഞങ്ങൾക്ക് സന്തോഷ വർത്തമാനമാണ്. ഈ പടം തീർന്നപ്പോഴത്തേക്കും, ഈ പടത്തിന്റെ വർക്ക് തീർന്നപ്പോൾ പുള്ളി കല്യാണം ഉറപ്പിക്കാൻ പോയി. നല്ല തന്നെ ശുഭമുഹൂർത്തത്തിൽ തന്നെ നടന്നു. ഉറപ്പിച്ചിട്ടേ ഉള്ളൂ, കല്യാണം നടക്കട്ടെ. അതെ, അപ്പൊ അത് ഡെഫിനറ്റ് ആയിട്ടും അത് മാത്രമല്ല സപ്താഹം, അത് രാത്രി എന്നുള്ള പ്രശ്നമില്ല അവിടെ. ഞങ്ങൾക്കൊരു ഓപ്പൺ ഗേറ്റ് ആയിരുന്നു. അപ്പൊ അത് ബോണി കൽഫൂസിയൊക്കെ രാത്രിയാണെങ്കിലും ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ സപ്തേ പോയിട്ട് ചെയ്തു. എനിക്കറിയില്ല എന്തിനൊക്കെയാണ് ഓർമ്മയായിട്ടുള്ളത്. ഓക്കെ, ഞാനിന്നലെ സിനിമ കാണുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് കാണുക എന്ന് പറയുന്നത് ആദ്യം സാധ്യമായില്ല. അന്ന് ഇറങ്ങുന്ന സമയത്ത് ഓരോരുത്തർ ഓരോ തിയേറ്ററിലൊക്കെ കാണണം. അന്നിങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കാണുന്ന ഒരു ശീലമില്ല. ഇപ്പൊ എല്ലാവരും ഇതിൽ എല്ലാ പുതിയ പഠനങ്ങൾ ഇറങ്ങുമ്പോൾ അങ്ങനെ പോകുന്നുണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ കാണും. അപ്പൊ അതിൽ ഞാൻ അഭിനയിച്ച ഒരു സിനിമ കൂടുതൽ ഞാനൊരു സിനിഫൈൻ എന്നുള്ള രീതിയിൽ, ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിലാണ്, അത്ര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ തിയേറ്ററിൽ ഇരിക്കുന്നത്. അപ്പോ ഏതൊക്കെ ഭാഗങ്ങൾ എവിടെയൊക്കെ നമ്മള് എങ്ങനെയൊക്കെ, അപ്പോൾ പല മ്യൂസിക് നോട്ട്സ് വരുമ്പോഴും ഇങ്ങനെ കാലിലല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗൂസ്ബംസ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഞാൻ ഇതിനകത്ത് ഭാഗമായതുകൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ഇന്റർവെൽ ആയപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കുറച്ച് പേരുടെ അടുത്ത് വന്നിട്ടുണ്ട്, ചേട്ടാ പല സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ധരിച്ചിരിക്കുകയായിരുന്നു. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഇപ്പൊ വിദ്യാർത്ഥി പറയുമ്പോഴും സംസാരം പറയുമ്പോഴൊക്കെ ആലോചിച്ച് നോക്കേണ്ടത്, ഈ എന്തൊരു മഹാനുഭാവം എന്നുള്ള സോങ് 300 വർഷം മുമ്പാണ് ആദ്യത്തെ കോമ്പോസിഷൻ ത്യാഗരാജ സ്വാമികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇത്രയും നൂറ്റാണ്ടുകൾ കടന്ന് ഇവിടം വരെ എത്തുമ്പോഴും രണ്ടാമത് ആ പാട്ട് വീണ്ടും സ്ക്രീനിൽ വരുമ്പോഴും പ്രേക്ഷകർ കാത്തിരിക്കാൻ എഴുന്നേക്കാതെ. സിനിമയുടെ കഥയല്ല വിഷയം. ദേവദൂതനെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ കഥ നമ്മൾ നേരത്തെ അറിയുന്നതാണ്, നമ്മൾ കണ്ടതാണ്. നമുക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിയേറ്ററിൽ ചെല്ലുന്നത്. ആ എക്സ്പീരിയൻസ് ആളുകളെ ഇത്രത്തോളം അതിലേക്ക് കൊണ്ടുവരുന്നുണ്ട് മ്യൂസിക്കലി. കാരണം ഞാൻ വിദ്യാർത്ഥി ഇത് കണ്ടപ്പോഴും ഞാൻ എന്താ പറഞ്ഞു, ദേവദൂതനിൽ ആ ഡയലോഗിൽ പറയുന്ന സംഗീതത്തിന്റെ രാജാവാണ് എന്ന് പറയുന്നതിൽ ആ സിനിമയിൽ 2 രാജാക്കന്മാരുണ്ട്. ത്യാഗരാജ സ്വാമികളിൽ നിന്ന് തുടങ്ങി ആ ഒരു കോമ്പസിഷൻ. ഞാൻ തന്നെ അഭിനയിച്ച കുടുംബ സമയത്തിലും എന്തൊരു മഹാനുഭാവ സോങ് ഉണ്ട്, പഞ്ചരത്നഗരികളിലുള്ളതാണ്. അത് ആ സിനിമ തീരുന്നതും അവിടെ. പക്ഷെ അതിനെ ഇത്രത്തോളം എന്തൊരു മഹാനുഭാവലോ വലിയൊരു പക്ഷെ ഓർമ്മിക്കപ്പെടുന്നത് ഈ കോമ്പസിഷനിലായിരിക്കും. അപ്പോ പണ്ടൊരു മാസ്റ്റർ ചെയ്തു വെച്ച ഒരു സംഗീതത്തെ ഒരു ആർട്ടിൽ കൈവയ്ക്കണമെങ്കിൽ വേറൊരു മാസ്റ്ററിനെ പറ്റുള്ളൂ. ആ മാസ്റ്ററാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഇരിക്കുന്നത്. എന്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് അതായിരുന്നു, വിദ്യാർത്ഥിയുടെ കൂടെ ഇരുന്നിട്ട് ഇന്നലെ സിനിമ കാണുക എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ രാവിലെ വന്നപ്പോൾ ഞാൻ നേരിട്ട് ഇങ്ങനെ ഈ സിനിമയുടെ എന്റെ എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥി പറഞ്ഞത്, ആ സിനിമയിൽ ഞാൻ അതാണ് വെയിറ്റ് ചെയ്തത്. അപ്പോ ഞാൻ ചോദിച്ചതാണ് വീണ്ടും എന്താണ് വിദ്യാർത്ഥിക്ക് ഇന്നലെ തോന്നിയത്. അപ്പോൾ വിദ്യാർത്ഥി പറഞ്ഞത്, ആ സിനിമ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി മ്യൂസിക് പോർഷൻ ഒക്കെ എനിക്ക് ചെയ്തത് ഓർമ്മയുണ്ട്, ഞാനാണ് ചെയ്തതെന്ന് അറിയാം. പക്ഷെ അതിനകത്ത് ഒരു പെർട്ടിക്കുലർ സീനില്ല. അപ്പൊ ഞാൻ ഏത് സീനാണ് സർ? അപ്പൊ പറഞ്ഞത് അതിനകത്ത് ഒരു ഡ്രാമ സ്റ്റേജിൽ റിഹേഴ്സൽ ചെയ്യുമ്പോൾ ലാലേട്ടൻ കയറി വന്നിട്ട് ആ പേര് മാറ്റാൻ പറഞ്ഞത് മേരി അല്ല, അവള് മേരി അല്ല, അലീനയാണ്, അത് ആ സംഗീതത്തിലുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഫ്ലൂട്ട് ബിറ്റ് വരുന്നുണ്ട്. അപ്പോഴാണ് വിദ്യാർത്ഥി ഇതാണ് ചെയ്തത് സ്വയം ചോദിച്ചത്. അതാണ് സംഗീതത്തിന്റെ. അപ്പൊ അതാണ് വിദ്യാർത്ഥി പറഞ്ഞത്. ആ പാട്ടിന്റെ അതാണ് വരുന്നത്. അതാണ് ആദ്യമായിട്ട് വരുന്നത്. അന്നീനാണ് പറയുമ്പോഴാണ് ആ മ്യൂസിക് പോർഷൻ വന്നപ്പോഴാണ് വിദ്യാർത്ഥി തന്നെ സ്വയം ആര് ചെയ്തു എന്നുള്ള രീതിയിൽ. അത് ഭയങ്കര എക്സൈറ്റിംഗ് അല്ലേ? അതാണ് നമ്മുടെ മ്യൂസിക്കിന്റെ ഒരു പ്യൂരിറ്റി എന്ന് പറയുന്നത്. കാരണം നമ്മളൊക്കെ ഒരു എർത്തിക് ആവുന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആർട്ട് എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ അതിലൊരു ചാലകമായിട്ട് നിൽക്കുന്നു, വേറെ എവിടുന്നോ ഇത് വരുന്നു, നമ്മളിലൂടെ അത് വരുന്നു. അത് കൃത്യമായിട്ട് വിദ്യാർത്ഥി ഫീൽ ചെയ്തതും വിദ്യാർത്ഥി എപ്പോഴും അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പൊ അതാണ് സിനിമ തന്ന ഒരു എക്സ്പീരിയൻസ്. ഇപ്പൊ എന്നെ പേഴ്സണലി എനിക്ക് അതായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ്. ആളുകളും അതിനെ അങ്ങനെയാണ് കാണുന്നത്. ഈ സിനിമ ദേവദൂതൻ ഒരിക്കലും സിനിമയുടെ പരാജയം എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴും അത് ട്രാവൽ ചെയ്ത് വന്നത് അതിന്റെ മ്യൂസിക്കിന്റെ എന്താ പറയുക ചെറിയിലാണ്. ഈ 24 വർഷം അത് ട്രാവൽ ചെയ്ത് വന്നത്. അത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് നമ്മൾ തിയേറ്ററിൽ ചെല്ലുന്നത്.
അത് കൃത്യമായിട്ട് അറ്റ്മോസ്ഫിയർ മിക്സ് ചെയ്ത് സിയാദൊക്കെ പറഞ്ഞ കാര്യം അതായിരുന്നു. ഇന്നലെ അന്ന് 24 വർഷം മുമ്പ് ഇറങ്ങുമ്പോൾ കേൾക്കാത്ത ഒരുപാട് ശബ്ദങ്ങൾ, അതായത് മ്യൂസിക്കലി അത് ഞാൻ കേട്ടു. ഞങ്ങൾ രണ്ടുപേരും വീണ്ടും നമുക്ക് കുറച്ചുകൂടെ സെന്ററിൽ ഇരുന്ന് കാണാം. അറ്റ്മോസ്ഫിയർ എപ്പോഴും ഫീൽ ചെയ്യാൻ നമ്മൾ സെന്ററിൽ ഇരിക്കുമ്പോഴാണ്. ഇന്നലെ കുറച്ച് പിറകിലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിരിക്കുക. അപ്പം അതാണ് ഈ സിനിമ തന്ന ഒരു എന്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പാർട്ട് ഫ്രം ഞാൻ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എന്റെ ക്യാരക്ടർ എന്നുള്ളതിനപ്പുറത്ത് ആ സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് എന്താ എങ്ങനെയെന്ന് അറിയാനാണ് ഞാൻ തിയേറ്ററിൽ ചെന്നത്. അത് വാസ് അമേസിങ്. പ്രേക്ഷകർക്കും അത് എവറി അതിനുശേഷം ഇന്നലെ രാത്രി 1:30 മണിക്കൊക്കെ ദുബായിൽ നിന്ന് അവരുടെ ഷോ കഴിഞ്ഞ് ആളുകൾ എന്നെ വിളിച്ചിരുന്നു, ചേട്ടാ ഒന്ന് വീഡിയോ കോളിൽ വരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അത് അത്രമാത്രം ഇത് ഏറ്റെടുത്തു എന്നുള്ളത് ഭയങ്കര സർപ്രൈസിങ് ആണ്. അപ്പൊ അത് എല്ലാവർക്കും അതാണ് സന്തോഷം. അപ്പാർട്ട് നമ്മളിതൊരു 100 കോടി ക്ലബിലേക്ക് കാണിക്കാൻ വേണ്ടി ഇറക്കിയ സിനിമയല്ലല്ലോ. ഈ സിനിമ ഒരു അനുഭവമാണ്. ഞങ്ങൾ അന്ന് എടുത്ത ഒരു പെയിൻ ഉണ്ട്. ആ പെയിൻ ഇന്ന് ഞങ്ങൾക്ക് സന്തോഷമായി തരുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ്. അത് വെരി ഹാപ്പി വിത്ത്. താങ്ക് യു. പട്ടിയായിട്ടുള്ള മലപ്പുറത്തൊക്കെ അത് ഞാൻ അന്ന് അത് കാണുമ്പോൾ നമ്മൾ ഈ എന്റെ അനുഭവത്തിൽ എനിക്ക് ഓർമ്മയില്ല. നമ്മൾ ഈ പണ്ട് പഠിച്ച സ്കൂള് നമ്മുടെ ഉള്ളിൽ വലിയ സ്കൂളാണ്. അപ്പൊ അത് പിന്നെ കാലങ്ങൾക്ക് ശേഷം ഇപ്പൊ പോയി നോക്കുമ്പോൾ അത് ഭയങ്കര ചെറിയ സ്കൂളായിട്ട് തോന്നുന്നത്. അതുപോലെ അന്ന് പട്ടിയുടെ സീനൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്കത് ഭയങ്കര സീനായിരുന്നു അന്ന് തിയേറ്ററിൽ കണ്ടപ്പോൾ. ഇന്ന് കാണുമ്പോൾ ഇത് സീനായിരുന്നല്ലേ, അത് അതിൽ നിന്ന് മാറി നിന്നിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്റെ ചെറിയ മോൾ എന്റെ മടിയിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അവള് പേടിക്കുന്ന വിചാരിച്ചിട്ട് അവളെ കണ്ണിങ്ങനെ പൊത്തിപ്പിടിക്കുന്നത്. അപ്പൊ അവള് കൈമാറ്റി കാണട്ടെ. അപ്പൊ അവള് വളരെ കൂളായിട്ട് കണ്ടു. അപ്പൊ ആ രീതിയിൽ എനിക്ക് അങ്ങനെയും ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഇതിന്റെ ഭാഗമായിട്ട്. പക്ഷെ ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. താങ്ക് യു. പരാജയം ഉണ്ടായ സിനിമയാണ് 24 വർഷം മുമ്പ്. അപ്പം അത് വീണ്ടും സാമ്പത്തിക വിജയത്തിലേക്ക് പോകും. ഈ നേരത്തോടും പുതുതലമുറ കൊണ്ടുവന്ന ഈ തലമുറച്ചിനായി നിസാം വിദ്യാർത്ഥികളുടെ ഓളെ കൊണ്ടെടുക്കുന്ന തൊഴിൽ താങ്കൾ പറയുകയാണ്. തീർച്ചയായിട്ടും ഇല്ലെന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ടുണ്ട്. എന്ന് സ്ഥിതി ഞാൻ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അന്നത്തുള്ള സൗഹൃദമുണ്ട്, വിദ്യാർത്ഥിയായിട്ടുള്ള സൗഹൃദം വന്നത് അങ്ങനെ ഒരു കോമ്പിനേഷൻ. അതായത് ഇതൊക്കെ നേരത്തെ സിനിമ പറഞ്ഞ മാതിരി ദൈവം നിശ്ചയമാണ്. ഈ സിനിമയെ പറ്റിയല്ല ഞാൻ പറയുന്നത്. റിലേഷൻഷിപ്പ് 24 വർഷമായിട്ട് ഞങ്ങൾ അവരെ നടത്തുന്നത് ചിരിച്ച മുഖത്തോടു കൂടിയാണ് വിദ്യാർത്ഥി പറഞ്ഞ എന്റെ ചിരിച്ച മുഖം നടത്തുന്നതാണ്. അപ്പം ആ സൗഹൃദം എന്തുകൊണ്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു സക്സസ് വന്നപ്പോൾ കൂടി എത്തിയവരല്ല ഇവര്. ഇവരാരും തന്നെ ഒരു സക്സസ് ഉണ്ട്. എന്റെ തട്ടകാലത്തിന് എന്റെ ഇവന്റെ സമയത്ത് എല്ലാം എനിക്ക് എന്നും തളരുമായിട്ട് ഇവരുണ്ട്. എനിക്ക് സിബിയുണ്ട്, രഘുവുണ്ട്, വിദ്യാർത്ഥിയുണ്ട്. എനിക്ക് ഫോൺ ചെയ്തിരിക്കും എന്നോട് ചോദിക്കുന്ന നെറ്റ് പ്രോജക്ട് എന്താണ്. പുള്ളിക്ക് പണിയില്ലാണ്ടല്ല. അപ്പം നാച്ചുറലി അത് നമ്മളെ ഊർജം തരും. ആ ഊർജമാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. അതേമാതിരി തന്നെ ഇത് പറയുന്നത് നമ്മുടെ ദൈവം. അത് ഏത് ഭാഷയിൽ ആര് വിളിച്ചു കഴിഞ്ഞാലും ദാഹു എന്ന് പറഞ്ഞാലും ഭഗവാൻ എന്ന് പറഞ്ഞാലും എന്താണെങ്കിലും അത് നമ്മുടെ ബ്ലെസ്സിങ്സ് ഒക്കെ അത് തെറ്റിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ സർവൈവ് ചെയ്യില്ല. അപ്പൊ അത് ഡെഫിനറ്റ്ലി. അതേപോലെ തന്നെ ഓരോ സമയത്തും എനിക്ക് കുറെ ഫ്രണ്ട്സിനെ തരുന്നു. ആ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്റെ തലമുറയിൽപ്പെട്ടതാണ് മിസ്റ്റർ ബോണി, അങ്ങനെ ആ ശിവപ്രസാദ്, ഇപ്പനായിട്ട് പറഞ്ഞ പേരുകളെല്ലാം തന്നെ. അപ്പൊ അവരൊക്കെ ഈ വന്നത് എന്റെയിലുള്ള ഒരു കോൺഫിഡൻസ് കൊടുക്കണം. നാച്ചുറലി ആ കോൺഫിഡൻസ് ആണ് ഇന്ന് പ്രേക്ഷകരും ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് കാലത്തേക്ക് മലബാർ നോക്കുന്ന ഒരാൾ കേട്ടുകഴിഞ്ഞാൽ സിബിസാറിന്റെ പേര് കാണുമ്പോൾ കൈയടിക്കുന്നു, വിദ്യാർത്ഥിയുടെ പേര് കാണുമ്പോൾ കൈയടിക്കുന്നു, മോഹൻലാലിന്റെ പേര് കാണുമ്പോൾ കൈയടിക്കുന്നു. പക്ഷെ ഇപ്പോഴും കാലിക്കറ്റില് അത് ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എന്റെ പേര് കാണിച്ചപ്പോ കൈയടിച്ചു. അതെനിക്കറിയില്ല. എന്താണെന്നറിയോ, ഒരു തമിഴ് സിനിമയിൽ പറയുന്ന പോലെ ഞാൻ വീഴുവതിനകത്ത് നനത്തായി എന്ന് വെച്ചു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ വീഴുന്നു നിങ്ങൾ വിചാരിച്ചു. ശരിക്കും അങ്ങനെ ഒരു ഇത്രയും വലിയൊരു ലോസ് ഉണ്ടായിട്ടും സിയാദ് ഇന്നും ഇപ്പൊ ഈ ഇരിക്കുന്ന എല്ലാവരും ഇപ്പോഴും സിനിമയിലുണ്ട്. 24 വർഷം കഴിഞ്ഞിട്ടും സിയാദ്ക്കയുടെ പടം ലാസ്റ്റ് പടം ഇറങ്ങിയിട്ട് അധികകാലമായിട്ടില്ല. ഞാനിപ്പോ ഒരു പടം അഭിനയിച്ചു വന്നിട്ട് അധിക സമയമായിട്ടില്ല. ചിരിസാറിന്റെ പടങ്ങൾ വിദ്യാർത്ഥി ഇപ്പോഴും പടം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും പേര് സർവൈവ് ചെയ്തില്ലേ? അപ്പോ അത് അന്ന് പരാജയപ്പെട്ട ആളുകൾ വീണ്ടും ഒരു പ്രൊഡക്റ്റുമായിട്ട് വരുമ്പോ കൈയടിക്കില്ലേ? അതിനകത്ത് എന്താണ് സിയാദ് അല്ലെ?
അല്ല, സന്തോഷം കൊണ്ട് പറഞ്ഞതാണ്. എനിവേ, വൺസ് അഗൈൻ ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും എന്റെ അത് ഞാൻ നേരത്തെ പറഞ്ഞു. എന്നെ സംബന്ധിച്ച് ശരിക്കും സിനിമകളാണെങ്കിലും വിദ്യാസാഗർ സാർ ആണെങ്കിലും ലൈക്ക് ഇറ്റ്സ് മോർ ലൈക്ക് ഫാമിലി. ഞാൻ ഈ സിനിമ ദേവദൂതൻ ഷൂട്ട് നടക്കുന്ന സമയത്ത് 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. സോ ആ സമയം മുതൽ അല്ലെങ്കിൽ അതിന് കുറെ മുന്നേ മുതലുള്ള യാത്ര ഇവരുടെ ഒക്കെ ഞാൻ അടുത്ത് നിന്ന് കണ്ടതാണ്. സോ ഈ ഒരു 24 years, അതായത് ഈ സിനിമ ശരിക്കും ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു ലൈക്ക് ഞങ്ങളെ സംബന്ധിച്ചും സിനിമകളെ സംബന്ധിച്ചും എല്ലാം. പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം അന്ന് ഇവരുടെ ബന്ധം എന്തായിരുന്നോ എന്നതിൽ വെച്ച് നോക്കുമ്പോൾ ഈ 24 വർഷം ഇവർ ഒരുമിച്ച് നിന്നാണ് അത് കംപ്ലീറ്റ് സർവൈവ് ചെയ്തത്. അതിന്റെ ഒരു ശക്തിയും അതിന്റെ ഒരു നന്മയാണ് ശരിക്കും ഇന്ന് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവന്റെ രംഗങ്ങളാണെങ്കിലും പലപ്പോഴും നമ്മളായിട്ട് ആ രീതിയിൽ തന്നെ സഹകരിച്ച് എന്നും ആ ഒരു സ്നേഹം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് തിങ് പറയുകയാണെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നത് 24th December 2000, അതായത് ഈ സിനിമയുടെ ഫൈനൽ പ്രിന്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ ചെന്നൈന്ന് തിരിച്ച് ട്രെയിൻ കയറാണ്. അപ്പൊ അന്നൊക്കെ ഈ പ്രിന്റ് ആണല്ലോ. അപ്പൊ എന്നും ഈ റിലീസിന്റെ തലേ ദിവസം ആണ് പ്രിന്റ് ഒക്കെ എടുത്ത് ട്രെയിൻ കയറി ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ പപ്പയായിട്ട് ഞങ്ങൾ ട്രെയിനിൽ ഇരുന്നിങ്ങനെ സംസാരിക്കണം. പ്രിന്റ് ഒക്കെ ആ ട്രെയിനിൽ ലോഡഡ് ആണ്, രാവിലെ ഇവിടെ കൊണ്ടുവന്നിട്ട് വേണം തിയേറ്റേഴ്സിലോട്ടൊക്കെ എത്തിക്കാൻ. അപ്പൊ പപ്പ എന്നോട് പറയുന്നുണ്ട്, നാളെ ഫ്രൈഡേ ആണ്, അപ്പോ ഞാൻ വരില്ല, എനിക്ക് പള്ളിയിൽ പോകണം, നിങ്ങൾ തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ പടം കാണണം. പടം കണ്ടിട്ട് പപ്പ തിരിച്ചു വരുമ്പോ പടം ഹിറ്റാണ് എന്ന് പറയണം. പക്ഷെ അന്ന് പറയാൻ പറ്റാത്തത് 24 years ശേഷം ഞാൻ പറയാണ്, പടം ഹിറ്റാണ്. ഇനിയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് ഇതുപോലെയുള്ള അസോസിയേഷൻസ് ഉണ്ടാവാനും സിനിമകളോടും രംഗങ്ങളോടും വിദ്യാസാഗർ സാറിനോടും പിന്നെ കൂടെ നിന്ന ലാൽ സാറ്, ആന്റണി ചേട്ടൻ എല്ലാവരോടും നന്ദി പറയുന്നു. പിന്നെ പ്രത്യേകം ഇപ്പൊ പറയുന്നത് ഫോക്കസ് മീഡിയ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് എന്റെ ഒരു ഇതാണെങ്കിലും എന്റെ ഒപ്പം എന്താ പറയാ അതിന്റെ താങ്ങും തണലുമായി നിൽക്കുന്ന പ്രവീൺ, ബോണി, ശിവപ്രസാദ് ഇവരോടൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഉറപ്പായിട്ടും ദൈവനിശ്ചയം പോലെ കാര്യങ്ങൾ വരും. ഞാൻ പറയാം, ഞാൻ വേറെ ആരോട് പറഞ്ഞിട്ടില്ല, ചോദിച്ചിട്ടില്ല. സിയാദിന് വേണ്ടിയിട്ട് ഞാനും വിദ്യാസാഗറും ചേർന്നൊരു സിനിമ ഉണ്ടാവും. അത് മലയാളത്തിൽ ഒരു പ്രധാന ഭാഗമാകുന്ന നടന്മാർ ഭാഗമാകുന്ന സിനിമയായിരിക്കും. മ്യൂസിക്കിന് ഏറ്റവും പ്രാധാന്യമുള്ള സിനിമയാണത്. ആ കഥ എൻ്റെ കൊണ്ട് ഞാൻ സിയാദിനടുത്ത് ഷെയർ ചെയ്ത അത് ഇപ്പൊ പറയാം.